അങ്ങനെ അഭിജിത്ത് ദീപ്കെ അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അദ്ദേഹം എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഒരു ചോദ്യം, ഒരു ഉത്തരവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്താണത്? എല്ലാ രേഖകളും തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച്, അതിനുവേണ്ടി താൻ അമേരിക്കയിൽ പോയി പഠിച്ചതിനെക്കുറിച്ച്, നേടിയ സ്കോളർഷിപ്പിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണ്. എന്നാൽ ചക്രവർത്തി അതിന് തയ്യാറുണ്ടോ? ആരെയായിരിക്കും അദ്ദേഹം ചക്രവർത്തി എന്ന് ഉപയോഗിച്ചത്? വളരെ സിംബോളിക്കായിട്ടൊരു പ്രയോഗമാണ് അഭിജിത്ത് ദീപ്കെ നടത്തിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് ഒന്ന് വെളിപ്പെടുത്താമോ? അതുമാത്രമല്ല, പല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇരുട്ടിൽ നിൽക്കുകയാണ്. ഒരു ഇരുട്ടിൽ നിൽക്കുന്നൊരു കാര്യമാണ് മോദി എന്നുള്ള പേര്. മറ്റൊന്നാണ് വിവാഹം സംബന്ധിച്ച കാര്യം. വേറൊന്നാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ. ഇതെല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മടിത്തട്ട് മാധ്യമങ്ങൾ, അങ്ങനെയാണല്ലോ നമ്മളവരെ പറയുന്നത്, ഗോദി മീഡിയ എന്ന്. അവർക്കിത് പ്രശ്നമല്ല. അവരെ പാലൂട്ടി താരാട്ടി വളർത്തി കൊണ്ടുവന്നത് ആരാ? അവർക്ക് വേണ്ടി പണി ചെയ്യുകയാണ് ചെയ്തത്. ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മടിത്തട്ട് മാധ്യമങ്ങൾ ഈ വെളിപ്പെടുത്തൽ, ദീപ്കയുടെ ഈ വെളിപ്പെടുത്തൽ കാര്യമായി കൊടുത്തിട്ടില്ല. മടിത്തട്ട് മാധ്യമമാണോ എന്ന് തോന്നുന്ന നമ്മുടെ മാതൃഭൂമി അത് 7-ാമത്തെ പേജിൽ, അതായത് വാർത്തയും വീക്ഷണവും എന്നുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വരെ അറിഞ്ഞതാണ്. നിങ്ങളറിഞ്ഞോ? കുട്ടികളുടെ നേതാവായി വളർന്നു വരുന്ന അഭിജിത്ത് ദീപ്കെ, നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ അഴിമതികളെയും ചോദ്യം ചെയ്യണം. നീറ്റ് മാത്രം പോരാ. അപ്പുറത്ത് നമ്മുടെ അയോധ്യയിൽ നടന്ന കാട്ടുകൊള്ള, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യണം. അതുപോരാ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ നിന്ന് പന്ത് തട്ടി എറിയുന്നത് പോലെയല്ലേ നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ കളഞ്ഞത്. നിയമം കൊണ്ടുവരികയാണ്. മറ്റൊരു നിയമം കൊണ്ടുവന്നാണ് ഈ കണ്ട കമ്പനികളെല്ലാം സംഭാവന കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു ഏർപ്പാടുണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപയല്ലേ അങ്ങനെ BJP വന്നത്. പേരിന് മറ്റ് പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പണം ഉപയോഗിച്ച് മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകളെ സ്വാധീനിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊള്ളാത്ത, ഒന്നിനും പറ്റിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലെല്ലാം നിയമിക്കുകയാണ്. പാർട്ടി പദവികളാണ്. അവിടെ അവരവിടെ ഇരുന്നത് കൊണ്ടൊരു പ്രയോജനവുമില്ല. എങ്കിലും അങ്ങനെ കൊടുക്കുകയാണ്. പദവിയും പണവും കൊടുക്കുകയാണ്. വേറെ എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊള്ളരുതായ്മകളെ കഴിഞ്ഞ 14 വർഷമായിട്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വിജയിച്ചത് നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഇനി വിട്ടുകൊടുക്കരുത്. ഓരോ ചോദ്യമായിട്ട്, അതെത്ര അസൗകര്യമുള്ളതാണെങ്കിലും ചോദിച്ചേ തീരൂ. മടിത്തട്ട് മാധ്യമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയില്ല. അതൊരു പ്രശ്നമേ അല്ല. എന്തിനത് പ്രശ്നമാക്കണം? അവർക്കും വേണ്ടത് പണമാണ്, അത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ചില കാര്യങ്ങൾക്ക് കൂടി വരും. ED എന്ന് കേട്ടിട്ടുണ്ടോ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഇദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായ പുതുമുളപ്പുകളാണ്. നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിനിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വരുതിക്ക് കൊണ്ടുവരാൻ.
അഭിജിത്തിനെ കുറിച്ച് ഒരു സംശയം തോന്നിയാൽ, സംശയം ഉണ്ടാക്കിയാൽ ED വരും, വന്നിട്ട് അഭിജിത്തിനെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, പിണറായി വിജയൻ്റെ മകൾ. അവൾ 1.5 ലക്ഷം രൂപ അയാളുടെ കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഈ ED അയോധ്യയിൽ എന്ത് ചെയ്തു? ഒരു കുഞ്ഞുണ്ണാമ്പും ചെയ്തില്ല. അത് കോടിക്കണക്കിന് രൂപ കവർന്നെടുത്ത BJP, RSS, അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറല്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും അങ്ങനെയല്ലേ? രാജസ്ഥാനിൽ ചെന്ന് പ്രധാനമന്ത്രി വർഗീയത പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ നോട്ടുമാലയിട്ട് സ്വീകരിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ നമ്മുടെ 4 തൂണുകളും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ ജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നെപ്പോലുള്ള 80 വയസ്സുള്ള വിദ്യന്മാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. തെക്കോട്ട് കാലം നീട്ടിയിരിക്കുകയാണ്. എൻ്റെ മക്കളെ, നിങ്ങളിൽ ഞങ്ങൾ ഒട്ടേറെ പ്രതീക്ഷകൾ വളർത്തുന്നുണ്ട്. ആ പ്രതീക്ഷകൾ ഫലവത്താക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ഏർപ്പെടണം. താങ്ക് യു.